കർണാടകയിൽ ചില്ലറ ഇല്ലാത്തതിനാൽ ഗതാഗത മന്ത്രിയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ട് കണ്ടക്ടർ. യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനാണ് മന്ത്രി ഭൈരതി സുരേഷ് BMTC ബസ്സുകളിൽ സഞ്ചരിച്ചത്. 100 രൂപ നോട്ട് കണ്ടക്ടർക്ക് നൽകിയപ്പോൾ ചില്ലറ ഇല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയായിരുന്നു. മാസ്ക് ധരിച്ച് തിരിച്ചറിയാത്ത രീതിയിലായിരുന്നു മന്ത്രിയുടെ ഇൻസ്പെക്ഷൻ. ಸರ್ ಇದು ಫನ್ವರ್ಡ್ ಅಂತ ಒಬ್ಬ ತಡಕಿರಲ್ಲ ಅಲ್ಲಿ ಸ್ಟಾಪ್ ಇಲ್ಲ ಸರ್. രാഗേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മന്ത്രി ചില്ലറയുമായിട്ട് ബസ്സിൽ കയറണമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചില്ലറയില്ലാതെ ബസ്സിൽ കയറി വലയുന്നത് ഒരു ആഗോള പ്രശ്നമാണ്. കർണാടകയിൽ മാത്രമല്ല, എല്ലായിടത്തും. കേരളത്തിലാണെങ്കിലും നമ്മളൊക്കെ ഈ ബസ്സിൽ കയറുമ്പോൾ ചില്ലറയില്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഈ ബസ്സുകാർക്ക് ചില്ലറ വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ ഈ മന്ത്രി ഇങ്ങനെ ആളുകളുടെ പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാസ്ക് ധരിച്ച് കയറിയ ഈ ഒരു പ്രശ്നം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ പിന്നീടുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുത്തോ? എന്താണ് പിന്നെ ഇതിൽ സംഭവിച്ചത്? സ്വാതി, യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തന്നെയാണ് മന്ത്രി BMTC ബസ്സുകളിൽ യാത്ര ചെയ്തത്. ഏതായാലും മന്ത്രിക്ക് തന്നെ നേരിട്ട കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ രാത്രി 7:10 മുതൽ ഏതാണ്ട് 9:10 വരെയാണ് മന്ത്രി വിവിധ റൂട്ടുകളിൽ യാത്ര ചെയ്തത്. അതിൽ തന്നെ ജയമഹലിൽ നിന്നാണ് മന്ത്രി യാത്ര ആരംഭിക്കുകയും ചെയ്തത്. നമ്മളിപ്പോൾ 2 ബസ്സിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അതിൽ തന്നെ ആദ്യത്തെ സംഭവം മന്ത്രി 100 രൂപയുടെ നോട്ട് നൽകുന്നു. ഒപ്പം തന്നെ പോകേണ്ട സ്റ്റോപ്പ് ഏതെന്ന് കണ്ടക്ടറോട് വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ടക്ടർ 100 രൂപയുടെ നോട്ടായതുകൊണ്ട് തന്നെ 2 ടിക്കറ്റാണ് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ചില്ലറയില്ല എന്ന് മന്ത്രി പറയുന്നു. ഒപ്പം തന്നെ കണ്ടക്ടറും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. തൻ്റെ കൈവശവും ചില്ലറയില്ല എന്ന് പറയുന്നു. അതിനുശേഷം കണ്ടക്ടർ ബാഗ് മന്ത്രിക്ക് നേരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ചില്ലറ തന്നില്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മന്ത്രി ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കണ്ടത്. അതിനുശേഷം മറ്റൊരു ബസ്സിലും മന്ത്രി യാത്ര ചെയ്തു. പക്ഷേ ഈ യാത്രയിൽ മന്ത്രി ശ്രദ്ധയിൽപ്പെട്ടത് യാത്രക്കാർ സ്റ്റോപ്പിൽ നിർത്താൻ ആവശ്യപ്പെടുമ്പോഴും അവിടെ സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞ് വാഹനം നിർത്താതെ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. ആ ബസ് ഏതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. KA 57F3372 ഈ നമ്പറിലുള്ള ബസ്സാണ്. ഏതായാലും ആ കാര്യത്തിൽ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. ഒപ്പം തന്നെ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്യാൻ, അതായത് സ്റ്റോപ്പുകളിൽ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അത് തയ്യാറാകാതിരുന്ന കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ നടപടി തുടരും എന്ന് തന്നെയാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാരണം പലപ്പോഴും പല പരാതികളും ഇത്തരത്തിൽ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് BMTC ബസ്സുകളുടെ കാര്യത്തിൽ. അപ്പോൾ അത് നേരിട്ട് അറിയുക എന്ന ലക്ഷ്യം തന്നെയാണ് മന്ത്രിക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും കണ്ടക്ടർമാരുടെ ഒക്കെ തന്നെ ചിലരുടെയെങ്കിലും പെരുമാറ്റം മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത്. സ്വാതി.